നന്ദചേട്ടാ, ഇപ്പോ വിനീത് പോലീസുകാരൻ അറിയില്ലേ? ഇപ്പൊ എല്ലായിടത്തും നമ്മൾ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിനീതിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു പോലീസുകാരൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ അത്രയും കഠിനകരമായിട്ടുള്ള ഒരു പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പോലീസുകാരൻ ഒരു യഥാർത്ഥ പോലീസുകാരനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്നത്. ആ ഒരു ജോലിക്ക് ഒരു 3 വർഷത്തിന്റെ ആയുസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരെ ആത്മഹത്യയിലേക്ക് അവരെ നയിപ്പിക്കുകയാണ് ആ പോലീസ് ജോലി. അതെന്തുകൊണ്ടാണ്? അത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നന്ദന ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പോലീസ് ഒരു ജോലിയിലെത്താൻ, ഇപ്പം സാധാരണ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ഒരു ക്ലർക്ക് ജോലി പോലെയല്ല. ക്ലർക്ക് ജോലി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ ഇല്ലാത്ത ജോലിയുണ്ട്, അങ്ങ് നേരെ ജോലിക്ക് കയറും, വലിയ ട്രെയിനിങ് ഒന്നുമില്ല. പക്ഷെ പോലീസുകാരനാകുമ്പോൾ അയാൾക്ക് ഈ ടെസ്റ്റ് എഴുതണം, ടെസ്റ്റ് എഴുതിയിട്ട് ടെസ്റ്റിന് തന്നെ ഒരുപാട് കോച്ചിങ് സെന്ററിൽ പോകണം, പഠിക്കണം, ഇതെല്ലാം കഴിയണം. അങ്ങനെ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് അയാൾ പെട്ടെന്ന് ഒരു ദിവസം പോയി ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ പറ്റില്ല. അയാൾ അതിനു മുമ്പ് തന്നെ നിരവധി ഫിസിക്കൽ പരിശീലനം അയാൾ സ്വയം നടത്തി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററിൽ പോയി നടത്തി കാണും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്നത്. അത് കഴിഞ്ഞ് അയാൾക്ക് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അത് വളരെ കടുത്ത ട്രെയിനിങ് ആണ് നടക്കുന്നത്. വളരെ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്ന, പലപ്പോഴും ഇട്ടിട്ട് പോകാൻ തോന്നുന്ന തരത്തിലുള്ള ട്രെയിനിങ് ആണ് നടക്കുന്നത്. പല പോലീസുകാരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കടമ്പകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വിനീത് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പോലീസ് ജോലിയിൽ എത്തുന്നത്. അയാൾക്ക് ഒരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു ഒരു തൊഴിൽ കിട്ടി എന്നുള്ളൊരു സംതൃപ്തി അയാൾക്കുണ്ട്. 2, അയാളെ പഠിപ്പിച്ച അച്ഛനമ്മമാരെ അയാളെ കൊണ്ട് പല തരത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഒരു നല്ല ഭാവിയുണ്ട്, ഒരു കുടുംബമാകാം, ഒരു വിവാഹം കഴിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള സ്വപ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വിനീത് ഇങ്ങനെ വളരെ സ്വയം ശരീരത്തെ ഇത്രയധികം വെടിവെച്ച് സ്വയം അയാള് എന്താ ഇത് തോക്ക് വെച്ച് വെടിവെച്ചല്ലേ തലയിലേക്ക് സ്വയം വെടിയുയർത്തി മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്തൊരു വളരെ കഷ്ടമാണ്. അപ്പൊ ഇത് നമ്മളെ നാട്ടില് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. ഇതെന്തുകൊണ്ട് നടക്കുന്നു എന്നത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്, അല്ലെ? എന്തായിരിക്കും അതിന്റെ ലഹരിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ചെറുപ്പക്കാരന്റെ ഈ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് അയാള് ട്രെയിനിങ്ങിന് അയാൾക്ക് പോലീസ് കൃത്യമായിട്ട് ശാരീരിക പീഡനം നടത്തി, മാനസിക പീഡനം നടത്തി എന്നൊക്കെയുള്ള ചില വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അല്ലേ? അതെങ്ങനെയൊക്കെയാണ്? ആദ്യം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ സമയമാണ് ഒരു സാധാരണ ഒരു പോലീസുകാരൻ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് 8 മണിക്കൂറിൽ കൂടുതൽ ഒരാൾക്ക് ജോലി പാടില്ല എന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേനാംഗങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. സേനാംഗങ്ങൾ കുറവായതുകൊണ്ട് അവിടുത്തെ ജോലി സമ്മർദ്ദം കൂടി. അതുകൊണ്ടാണ് പോലീസുകാർക്ക് ഇത്രയും ജോലി ഭാരം ഉള്ളതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാലും ഒരു മനുഷ്യന് ഒരു ദിവസമെങ്കിലും ലീവോ അവധിയോ പാടില്ല എന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വീട്ടുകാർ, ഒരച്ഛൻ അമ്മ ഒരു മകനെ വളർത്തുന്നത്, അല്ലെങ്കിൽ നാളെ അവരൊരു പോലീസായാൽ ചിന്തിക്കുന്ന കാര്യം നാളെ എൻ്റെ മകൻ ഒരു പോലീസാവും, അല്ലെങ്കിൽ ഇന്ന് അവനൊരു പോലീസായി ചിന്തിക്കുന്നത് ഇന്ന് എൻ്റെ മകൻ പോലീസാണ്. അങ്ങനെ ഒരു അഭിമാനത്തിലാണ് അച്ഛനും അമ്മയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു പോലീസുകാരന്റെ അവസ്ഥ വിചാരിച്ച് നാളെ ഒരു അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് ആ മകനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. ആ മകന്റെ അവസ്ഥ എല്ലാവരും പേടിച്ചാണ് ഇനി പോലീസുകാരനാവുന്നതിൽ മക്കളെ വളർത്തുന്നത്. ഇനിയിപ്പോ നാളെ ഒരു പോലീസുകാരനാവോ എന്നുള്ളതും സംശയമാണ്. അല്ല, അത് വളരെ പറഞ്ഞ വളരെ പ്രധാന പോയിന്റാണ്. അതായത് ഒരു രക്ഷകർത്താവ് മകൻ പോലീസുകാരനായി ഒരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി വളരെ അഭിമാനത്തോടെയാണ് പറഞ്ഞത്, എൻ്റെ മകന് ജോലി കിട്ടിയ പോലീസാണ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമായിരുന്നു. പക്ഷെ ഇനി രഹല പറഞ്ഞ പോയിന്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അതായത് അവൻ പോലീസുകാരാണെന്ന് പറയാനുള്ള ഒരു ധൈര്യക്കുറവ്, അവൻ പോലീസിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നത് അഭിമാനക്കുറവ്, അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ധൈര്യക്കുറവ് രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാക്കണം. അവൻ എന്നാണ് ഈ പോലീസ് ജോലി ഇട്ട് കളഞ്ഞിട്ട് പോരേണ്ടി വരുന്നത്, എന്നായിരിക്കും അവൻ ഇനി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരുന്നുള്ള ഒരു ആദ്യമായിരിക്കും രക്ഷാകർത്താക്കൾക്ക്, അല്ലേ? സത്യത്തിൽ അതൊരു വല്ലാത്തൊരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. ഒരു മകൻ ജോലിയിൽ കിട്ടി അഭിമാനത്തോടെ നിൽക്കാൻ കഴിയാത്ത, അഭിമാനത്തോടെ പറയാൻ കഴിയാത്ത ഒരു രക്ഷാകർത്താവിന്റെ അവസ്ഥ ആലോചിക്കുക. പോലീസിന് എന്ന് വേണോ അവൻ ആത്മഹത്യ ചെയ്യാം. ഇപ്പം വിനോദിനെ പോലെ തന്നെ വിനോദിനോടൊപ്പം ജോലിക്ക് ചേർന്ന, അല്ലെങ്കിൽ അയാളോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം രക്ഷാകർത്താക്കളുടെ
മനസ്സിൽ ഇപ്പോൾ വ്യാധിയായിരിക്കും. കാരണം അവർക്കും പേടിയായിരിക്കും ഇപ്പോൾ. കാരണം വിനോദ് ഇത് ചെയ്ത സ്ഥിതിക്ക് വിനീത് അല്ലേ, വിനീതിനെ ഇത് ചെയ്ത സ്ഥിതിക്ക് വിനീതിനോടൊപ്പം തന്നെ ഉള്ള കുറെ പേരുണ്ട്. അവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതാണ്. പലർക്കും വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാണ്. അവിടെ രക്ഷാകർത്താടെ മനസ്സിൽ ആദ്യമായിരിക്കും അല്ലെ, അവനും ഇത് ചെയ്യേണ്ടി വരുമോ. അപ്പൊ അവര് പിന്നെ മക്കളെ വിളിച്ചിട്ട് പറയായിരിക്കും, മക്കളെ അങ്ങനെ ചെയ്യല്ലേ, ഇതാണ് നീ ജോലിയാണ്, ഈ ജോലി ഇട്ടിട്ട് കളഞ്ഞേ പൊയ്ക്കോ, പക്ഷെ നീ ആത്മഹത്യയിലെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ സാധാരണ കാണാം, നമ്മൾ പൊതുവിൽ ഈ ആത്മഹത്യ ചെയ്ത കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷേ വെറുതെ ഒരു വാർത്തയായി പറയാനുള്ള കാര്യമല്ല. ഒരു എത്ര കുടുംബങ്ങൾ ഇപ്പം വിഷമമായിരിക്കും. പ്രധാനമായിട്ടും ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാളൊരു കൂട്ടുകാരൻ ഒരു കത്ത് അയച്ചിട്ടുണ്ടെന്ന് അല്ലേ. അതെങ്ങനെയാണ്, ആ കത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഒരു കൂട്ടുകാരന് ഇയാൾ ഒരു വാട്സപ്പിൽ ഒരു കത്ത് അയച്ചിരുന്നു. അതായത് കത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കത്ത് നീ എല്ലാവരെയും കാണിക്കണം, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, എന്നെ വിഷമിപ്പിച്ചു, ക്യാമ്പിലുണ്ടായിരുന്ന ട്രെയിനിങ് സംബന്ധമായ വിഷയങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് പോലീസ് ക്യാമ്പിൽ അവരെന്തോ 30 സെക്കൻഡില് 25 സെക്കൻഡ് മാത്രം, ഇനി ഒരു 5 സെക്കൻഡിൽ മാത്രം ഒഴിവുണ്ടായതിൽ അങ്ങനെയല്ല. അതിനകത്ത് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പറയുന്ന ഭാഷ ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് പിന്നെ റിഫ്രഷ്മെന്റ് ട്രെയിനിങ് ഉണ്ടാവും. കാരണം ഇവർ കമാൻഡേഴ്സ് ആണല്ലോ. കമാൻഡേഴ്സ് ആകുമ്പോൾ അവർക്ക് എപ്പോഴും നല്ല കാര്യക്ഷമത, ശാരീരിക കാര്യക്ഷമത ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു റിഫ്രഷ്മെന്റ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കും. അതിലെല്ലാം ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് 25 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടണമെന്നാണ്. അപ്പൊ ഈ വിനീത് ഇതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ 25 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടി. പക്ഷേ 25 മിനിറ്റിന് ഒരു 30 സെക്കൻഡ് കൂടെ അധികം എടുത്തു. അല്പം ഒരു 30 സെക്കൻഡിനോളം, 30 സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, 30 സെക്കൻഡ്, അതായത് ഒരു 1/2 മിനിറ്റോളം അധികം എടുത്തു. അതുകൊണ്ട് അയാൾക്ക് ആ ട്രെയിനിങ്ങിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാളുടെ പേരിൽ പിന്നെ ശിക്ഷ പ്രഖ്യാപിച്ചു. അവിടുത്തെ ക്യാമ്പ് ഓഫീസർ, ക്യാമ്പ് കമാൻഡറായ ഒരു അജിത് കുമാർ അജിത്ത് എന്നോ മറ്റോ ഉള്ള ഒരാളാണ്. അയാൾ വലിയ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. വളരെ പിന്നെ മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇവരെ ഇതിൽ തോറ്റത് കൊണ്ട് അയാൾക്ക് ഉറങ്ങാൻ പോലും സമയം കൊടുക്കാത്ത തരത്തിൽ എന്ത് കൊടുത്തു, ഈ ഗാർഡ് ജോലി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ ജയിലാണോ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത്, അത് ചെയ്യാത്തവർക്ക് ശിക്ഷ നൽകുന്ന ഒരു സ്റ്റേഷനാണോ ആളുകളെ ശിക്ഷിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാല് ഇപ്പോ സെൻട്രൽ ജയിലുള്ള സംവിധാനങ്ങളൊക്കെ ചേട്ടന് അറിയാവുന്നതാണല്ലോ. ഭയങ്കര പണക്കാരെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സെൻട്രൽ ജയിലുള്ള തടവുകാരെന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് കോടതി വിധിച്ചിട്ട് കോടതിയുടെ വിധി പ്രകാരം വന്ന് കിടക്കുന്ന പിന്നെ പ്രതികളായ കുറ്റവാളികളാണ്. പോലീസുകാരതല്ല. പോലീസുകാർ ഈ കുറ്റവാളികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോ തടവുകാർക്ക് പരമസുഖവും അതല്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസുകാർക്ക് ഇപ്പൊ ഭയങ്കര സമ്മർദ്ദം, അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരായിട്ട് അവർക്കൊന്നും ഒരു ബന്ധവും ഉണ്ടാക്കാതിരിക്കാനുള്ള രീതിയിലാണ് ഇവരിപ്പോ ജോലിയായിട്ട് അവർക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പോലീസുകാർക്ക് ഭയങ്കര എന്താ പറയാ ജോലിയുടെ ഭാരം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പോലീസുകാർ പറയുന്ന ഒരു മറുപടിയാണ് ഈ ഒരു 25 സെക്കൻഡ് കൊണ്ട് അവർ കൊടുത്ത ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ശിക്ഷയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ പറയുന്നത് ഗർഭിണിയായ ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയെ പരിചരിക്കാൻ ലീവ് ചോദിച്ചിരുന്നു. വിനീത് എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെ ലീവ് ചോദിച്ചിരുന്നു. അതെ, ഭാര്യ ഗർഭിണിയാണ്, പരിചരിക്കാൻ സമയം കിട്ടുന്നില്ല ആൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ലീവ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു പരിചരണത്തിനെങ്കിലും ഒരു ലീവ് അപേക്ഷിച്ചതാണ് വിനീത് ചെയ്തത്. പക്ഷെ അവിടെയും അവർക്ക് പരാജയമാണ്, ലീവ് നൽകിയില്ല. അതിന്റെയും സമ്മർദ്ദം ഉണ്ടായിരിക്കണം ആൾക്ക്, അതിന്റെ വിഷമം ഉണ്ടായിരിക്കണം. കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പോലീസുകാരനാവാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ഒരു കുടുംബം എന്നുള്ളത് അവിടെയും അതെ 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 നല്ലൊരു കുടുംബം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടാവണം. പക്ഷേ ഈ ഇന്നത്തെ ആ വിനീതിന്റെ സംഭവം എന്ന് വെച്ച് സംസാരിക്കുമ്പോൾ നാളെ ഒരു പോലീസിന് അത് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് സംശയമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. കാരണം ഒരു പോലീസുകാരന് പിന്നെ അയാൾ ജോലി ചെയ്യുന്നതോടൊപ്പം ആ സന്തോഷത്തോടെ ജോലി ചെയ്യുമ്പോൾ അയാൾക്കൊരു ജോലി ഉണ്ടെന്നോടൊപ്പം തന്നെ അയാൾക്ക് അയാളെ കുടുംബമായിട്ട് ഒത്തുപോകാനും കുടുംബത്തോടൊപ്പം നിൽക്കാനും ഒരു പ്രത്യേകിച്ചൊരു ഗർഭിണിയായിരിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ, അതും മിക്കവാറും പിന്നെ ജോലി കിട്ടിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഭാര്യയെ ഒന്ന് പരിഹരിക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ കഴിയാത്ത ഒരു മാനസിക അവസ്ഥ, വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. നമുക്കൊക്കെ അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും. ആ അവസ്ഥയിലാണ് ഇയാളെ പിന്നെ ഈ
ഫിസിക്കൽ ടെസ്റ്റിൽ, അതായത് ഈ 25 ഓട്ടം ഒരു അര സെക്കൻഡ് കൂടുതലെടുത്തതിന് അയാളെ കക്കൂസ് കഴിയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ അയാളെ ഗാർഡ് ജോലി കിട്ടു. അതുപോലുള്ള കടുത്ത ജോലികളൊക്കെ ചെയ്യിപ്പിച്ചു. ലീവ് ചോദിച്ചാൽ കൊടുക്കുന്നില്ല. വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഈ അജിത്ത് എന്ന് പറയുന്ന ക്യാമ്പ് ഓഫീസർ, ക്യാമ്പ് കമാൻഡർ നടത്തുന്നത്. ഇതൊക്കെ ഇയാൾ അയാളെ സുഹൃത്തിന് കത്തായിട്ട് കൊടുക്കുകയും ചെയ്തു. അയാളൊരു വാട്സപ്പിൽ അയാളൊരു കത്തായിട്ട് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ വിവാദമാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്നത് വളരെ നമ്മുടെ പോലീസുകാരെ ഒരുപാട് അവരുടെ സമ്മർദ്ദമുണ്ട്. അവർക്ക് പിന്നെ ഈ VIP ഡ്യൂട്ടികളാണ്. കാരണം കമാൻഡോസ് എന്ന് പറഞ്ഞാൽ VIP ഡ്യൂട്ടികളാണ്. അവരുടെ ജോലി തന്നെ വളരെ ടെൻഷൻ അടിച്ചാണ് എപ്പോഴും. കാരണം VIP-യുടെ പിന്നെ സുരക്ഷയാണ് അവന്റെ സുരക്ഷ മൂലം കളഞ്ഞുകൊണ്ട് VIP-യെ സുരക്ഷിക്കണം എന്നുള്ളതാണ് അവന്റെ പ്രധാന കടമ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എപ്പോഴും ടെൻഷൻ പിടിച്ചതാണ്. ഒരു പൊതു രംഗത്ത് ഒരു നേതാവ് ഇറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വലിയൊരു ജനപ്രതിനിധി ഇറങ്ങുമ്പോൾ അയാളെ ചുറ്റിനും ഈ കമാൻഡോസ് നിൽക്കുമ്പോൾ ഈ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ ഒരു സംഭവം, ഒരു കല്ല് വന്ന് വീഴുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ പോലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ കമാൻഡോയ്ക്കാണ്. അപ്പൊ അത്രയും അവിടെ ജോലിയിലും നല്ല ടെൻഷനാണ്. പിന്നെ ട്രെയിനിങ്ങും ടെൻഷൻ. ഇതിന്റെ എല്ലാം കൂടെ കുടുംബത്തിനോടൊപ്പം ഒന്ന് പോകാൻ പറ്റാത്തതിന്റെ ഒരു അവസ്ഥ. ആലോചിക്കുക, ഒരു മനുഷ്യന് ഇതിലപ്പുറം എന്ത് ടെൻഷനാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ വിനീതിന്റെ കാര്യം മാത്രം പറയണ്ട. ഇപ്പോ 2019 അല്ലെങ്കിൽ 18 കണക്കാക്കിയാല് ഒരു 90ഓളം പോലീസുകാരാണ് ഇപ്പോ ആത്മഹത്യ, സ്വയം ഇവിടുത്തെ മർദ്ദനവും കാര്യങ്ങളും ആയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അത് വേണ്ട, ആളുകള് സ്വയം രാജിവെച്ച് പോകുന്ന അവസ്ഥയുണ്ട്. പോലീസുകാർ തന്നെ ഇഷ്ടംപോലെ ആൾക്കാര് ജോലിയുടെ ഭാരം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പീഡനം കാരണം സ്വയം രാജിവെച്ച് പോകുന്ന അവസ്ഥയുണ്ട്. ചില ആൾക്കാർ ഒഴിഞ്ഞു മാറി എന്താ പറയാ, ഇങ്ങനെ അതെ, അങ്ങനെ വേണമെങ്കിലും ഇനിയിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാണെങ്കിലും എന്നാൽ ഇത്രയും മർദ്ദനവും കാര്യങ്ങളും പീഡനവും ഏൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പോലീസുകാരിലും ഒരുപാട് ആൾക്കാർ ഈ വാക്കുകൾ കൊണ്ട് മർദ്ദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയാണ് പോലീസ് ഓഫീസറെ പറഞ്ഞ അജിത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ മൊത്തം ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ പോലീസുകാരൻ മാത്രമല്ല ഇവിടെ നഷ്ടമാകുന്നത്. രാജ്യത്തിന് ഒരു നല്ലൊരു പോലീസുകാരനെ നഷ്ടമാകുന്നു. സംസ്ഥാനത്തിന് നല്ലൊരു പോലീസുകാരനെ നഷ്ടമാകുന്നു. ഒരു രക്ഷാകർത്താക്കൾ, അച്ഛനും അമ്മയും വളരെ ലാളിച്ച് വളർത്തി കൊണ്ടുവന്ന ഒരു മകൻ നഷ്ടമാകുന്നു. അയാൾ വിവാഹം കഴിച്ച ഒരു യുവതിയുടെ ജീവിതം നഷ്ടമാകുന്നു. അയാൾ ഗർഭിണിയാണെന്ന് പറയുന്നു. അപ്പം ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് അച്ഛനില്ലാതെ ആകുന്നു. നോക്കുക എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണക്കാരൻ എന്ന് പറയുന്നത് ഒരു അജിത്ത് എന്ന് പറയുന്ന ആളാണെങ്കിൽ അയാളെ കൃത്യമായിട്ടും ഈ ഗവൺമെന്റ് ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. അയാളെ ഇപ്പൊ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറയുന്നത്. SP പറയുന്നത് ഒരു DYSPയെ അന്വേഷിക്കാൻ വിട്ടിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു ജീവൻ പൊലിഞ്ഞല്ലാതെ നാളെ അതിനൊരു പുനർനിർമ്മാണം ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ 2 ദിവസം മുന്നേ 4 കുട്ടികൾ മരിച്ച ഒരു അവസ്ഥയുണ്ടായി. ഈ 4 കുട്ടികൾ മരിച്ച് റോഡപകടം. ആ റോഡപകടത്തിൽ ആ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഓരോ തീരുമാനങ്ങൾ എടുത്തത്. റോഡ് നേരിട്ട് സന്ദർശിച്ച് പുരോഗമനം ഉണ്ടാക്കാനുള്ള ഓരോ നടപടികൾ, അതും ജീവൻ പൊലിഞ്ഞിട്ടാണ്. അതിന്റെ മുന്നേ ഈ ജീവൻ പൊലിയരുതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഗതാഗത പുനർനിർമ്മാണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു ജീവൻ കളഞ്ഞിട്ട് ഒരു പുനർനിർമ്മിക്കണം അല്ലെങ്കിൽ അവിടെ നിർമ്മാണം അല്ലെങ്കിൽ അതെ അല്ല അവിടെ അതിനൊരു പരിഹാരം ജീവൻ പൊലിഞ്ഞല്ലാതെ ഇവർ കാണുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം നടന്നതിന് ശേഷം മാത്രമേ അവിടെ ഗവൺമെന്റ് ഇടപെടുന്നുള്ളൂ, വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടുന്നുള്ളൂ. അത് നമ്മുടെ നാടിന്റെ ഈ ഭരണ സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ തകരാറാണ്. ആ സിസ്റ്റം വളരെ ഗുരുതരമായ സിസ്റ്റമാണ്. സാധാരണക്കാരൻ ഇനി ഉണ്ടാവില്ല, അവർക്ക് ജീവിക്കണ്ടേ. പണക്കാരൻ പണം കൊണ്ട് എവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ ചേട്ടനൊരു സിനിമയില് ഏതൊരു സിനിമയിലെ ഒരു വാക്കുകളാണ്, കോടതിയിൽ ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണ്, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണോ എന്നുള്ളത്. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ വിനീത് എന്ന പോലീസുകാരന്റെ അവസ്ഥയിൽ. അദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം അങ്ങനെയാണ്, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്, കേരളമാണ് ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ സമാധാനിക്കേണ്ടി വരുന്നു. കാരണം ഇത് കേരളമാണ്, ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ നടക്കൂ എന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാരുടെ കണക്കറിയാലോ. അതായത് ഓരോ
90ഓളം പേര് ഇപ്പം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പോലീസുകാരൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തപ്പോൾ പിന്നെ പ്രതിപക്ഷം അതൊരു വിഷയമായിട്ട് നിയമസഭയിൽ കൊണ്ടുവരുന്നു. അത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നു. അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുന്നു. പോലീസുകാരിങ്ങനെ ആത്മഹത്യ ചെയ്യരുത്, നമ്മുടെ സേനയ്ക്ക് നാണക്കേടാണ്, നമ്മുടെ നാടിന് നാണക്കേടാണ്, സംസ്ഥാനത്ത് നാണക്കേടാണ്, മാത്രമല്ല പോലീസ് സേനയുടെ ആത്മവീര്യം പോകുന്ന ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് പോലീസുകാരെ ഇങ്ങനെ മാനസിക പീഡനം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം, കൃത്യമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട പരിഷ്കാരങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അടിയന്തര പ്രമേയത്തിന് പിന്നെ മറുപടി നൽകുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഇനി കേരളത്തിലെ ഒരു പോലീസുകാരനും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോൾ നടന്നത്, അന്ന് നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ഇനി ഈ ഒരു പോലീസും അങ്ങനെ ഉണ്ടാവില്ല. അതിനുള്ള വേണ്ട പരിഷ്കരണ പദ്ധതികൾ പോലീസ് ആവിഷ്കരിക്കും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിക്കും, ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിക്കും. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒന്നും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വെറും വാക്കായിട്ടും വീൺ വാക്കായിട്ട് മാറിയിരിക്കുന്നു, ഒരു അർത്ഥവുമില്ലാത്ത വാക്കായിട്ട് മാറിയിരിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വിനീത് എന്ന് പറഞ്ഞ പോലീസുകാരൻ വെടിവെച്ച് തന്റെ തലച്ചോറിലേക്ക് വെടി സ്വയം ഉതിർത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാമത് ഞാനിത് പറയുമ്പോൾ നമ്മളിത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത് ഒരു പോലീസുകാരൻ പിറവത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ്. നമ്മൾ നോക്കുക, വിനീതിന്റെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷം വരുന്ന വേറൊരു വാർത്ത, മറ്റൊരു പോലീസുകാരൻ അയാളെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ, അയാൾ പോലീസ് ഡ്രൈവറും കൂടെയാണ്. അപ്പോൾ അയാൾ തൂങ്ങി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതും അതുപോലൊരു മാനസിക പീഡനമാണോ അതോ കുടുംബ പ്രശ്നമാണോ എന്നൊക്കെയാണ്. എന്നാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ പോലീസ് പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളപൂശിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ നാട്ടില് അതെ ഉറപ്പെന്ന് പറയാൻ കാരണം ഒരകലേക്ക് അറിയാലോ, ഇതുവരെ കണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുമെന്നാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ നടക്കുമെന്ന് പറയുന്നത് ആർക്ക് എതിരെ ജനങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ജനാർദ്ദ വിശ്വസിക്കുമ്പോൾ ആ ജനങ്ങളുടെ ഒരു അവിശ്വാസം അതിനകത്തുണ്ട്. ആർക്കെതിരായിട്ട്? ഭരണകൂടത്തിനെതിരായിട്ട്, അല്ലേ? അതെ.